കർഷക കോൺഗ്രസിന്റെ മാർച്ചാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളാണ് സർക്കാർ ഹോർട്ടികോർപ്പുകൾ വഴി വിറ്റഴിക്കുന്നത്. ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇവരുടെ ഈ സമരം. കഴിഞ്ഞ 2 മാസക്കാലമായി നെടുമങ്ങാട് കേന്ദ്രീകരിച്ചായിരുന്നു സമരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കർഷകരോടൊപ്പം ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ കൃഷി ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ അവിടെ സെക്രട്ടേറിയറ്റിനെ കൊണ്ട് നിക്ഷേപിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ 6 വിപണികളാണ് കേരളത്തിൽ 1999 2011 ആരംഭിച്ചത്. നെടുമങ്ങാട് കൃഷി അവിടെ മാർക്കറ്റ് സെക്രട്ടറിയെ ഞങ്ങൾ തടഞ്ഞു വെച്ചു, പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം ഒട്ടനവധി സമരങ്ങൾ നടത്തിക്കൊണ്ട് അത് കാണാനോ അത് കേൾക്കാനോ അത് തമിഴ്നാട് ലോബിയെ സഹായിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടെ വിഷയുക്തമായ പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന ഒരു ഏജൻസി വഴി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരായ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ കാട്ടിക്കൊപ്പ് തയ്യാറാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരവുമായി വന്നത്. നമുക്കറിയാം, വന്യമൃഗങ്ങളുടെ ശല്യം, മഴയുടെ ബുദ്ധിമുട്ട്, വേനൽക്കാലമായാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ ഈ ഉൽപ്പന്നവുമായി നെടുമങ്ങാട്ട് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ 8ഓളം ഉദ്യോഗസ്ഥന്മാരെയാണ് നെടുമങ്ങാട്ട് ഹോർട്ടികോർപ്പിന്റെ കീഴിൽ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1.5 ലക്ഷം രൂപ അടുപ്പ് ശമ്പളമുണ്ട്. അവരെ ഒരു ജോലിയും ചെയ്യാതെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അതോടൊപ്പം സംസ്ഥാന വ്യാപകമായി കർഷകരുടെ ഈ ബുദ്ധിമുട്ടുകളും നെല്ലിൻ്റെ വിഷയങ്ങളും എല്ലാം ഇവിടെ പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. ഇനി വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു ചർച്ച നെടുമങ്ങാട്ട് നടക്കുന്നുണ്ട്. കർഷകരെ കൂട്ടിക്കൊണ്ട് ആ കർഷകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകന് അവൻ അധ്വാനിച്ച് അവന്റെ അധ്വാന കൂലി കൊടുക്കുവാൻ സാധിക്കാതെ ബാങ്കിന്റെ തിണ്ണ നിറങ്ങുവാൻ വിടുന്ന ഈ മന്ത്രിസഭ, പ്രത്യേകിച്ച് കൃഷിമന്ത്രി, ആലപ്പുഴക്കാരനായ കൃഷിമന്ത്രി എപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട്, ഞാൻ ഓണാട്ടുകരക്കാരനായ കർഷകനാണെന്ന്. കർഷകന്റെ വേദന അറിയുന്ന ഓണാട്ടുകരക്കാരനായ കൃഷിമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക, ഈ പാവപ്പെട്ട കർഷകർ ഈ 2 മാസക്കാലമായി അവർ നൽകിയ സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന്റെ പണത്തിന് വേണ്ടി പാടി രസീറ്റും പിടിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ചെറുവിരൽ ഈ കർഷക സമൂഹത്തിന് വേണ്ടി അനക്കാൻ വയ്യാത്ത അങ്ങ് എങ്ങനെയാണ് കർഷകന്റെ വികാരമറിയുന്ന കൃഷിമന്ത്രിയായി മാറുന്നതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട കൃഷിമന്ത്രി, അങ്ങോട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ കർഷക സമൂഹം അവർ ദുരിതത്തിലാണ്, അവർ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് കേരളത്തിലൂടെ സ്വൈര്യവിഹാരം നടത്താമെന്ന വ്യാമോഹം അങ്ങേക്ക് വേണ്ട. ഇതൊരു സൂചനയാണ്. അങ്ങയുടെ വീടിന് മുന്നിലേക്ക് നടത്തിയ ഈ മാർച്ച് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ കേരളത്തിലെ കൃഷി സമൂഹം, കർഷക സമൂഹം മുഴുവനായി